ഒരു ഭൂമി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു സർപ്പക്കാവുള്ള ഭൂമിയാണ്. അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അത് വാങ്ങുന്നത് കൊണ്ട് ദോഷമുണ്ടോ? ഒരാവർത്തി ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവർക്ക് ഈ മണ്ണാറശാലയിലേക്കുള്ള വഴിപാട് അതോടുകൂടി തീർന്നു. ഒരാവർത്തിയെ ഇത് ഉരുളി കൗണ്ടാൻ പാടുള്ളൂ. തൊലിപ്പുറത്തുള്ള വെളുത്ത നിറങ്ങളോ കണ്ണിൽ വരുന്ന നിറവ്യത്യാസങ്ങളോ ശരീരത്തിലൊക്കെ പൊറ്റ പോലെയുള്ള ഒരു അവസ്ഥകൾ ബാധിക്കാറുണ്ട്. ബ്രിജേഷ് സാർ നമസ്കാരം, വെൽക്കം ടു ABC ജ്യോതിഷം. സന്തോഷം. നമ്മളിപ്പോൾ ഒരു പ്രശ്ന സംബന്ധമായിട്ടൊരു ജ്യോത്സ്യനെ പോയി കണ്ടു. പൊതുവായിട്ട് ആൾക്കാർ ചെല്ലുമ്പോൾ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അവർക്ക്. പക്ഷേ എങ്കിൽ ഭൂരിഭാഗം പേർക്കും കാണുന്നൊരു പ്രശ്നം സർപ്പദോഷമാണ്. തീർച്ചയായും. അതെന്തുകൊണ്ടാണ്? ഈ 100% ഭൂമിയിലും സർപ്പദോഷമുണ്ട്. അതെന്തുകൊണ്ടാണ് കാരണം? ആദ്യം ഈ ഭൂമിയിൽ സർപ്പങ്ങളുടെ സ്വാധീനം. സർവ്വചരാചരങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇതിൽ സർപ്പങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശികളാണ് അവർ. പരശുരാമൻ മഴുവറിഞ്ഞു, കേരളം വീണ്ടെടുത്തു. ഇങ്ങനൊരു കഥയാണ് ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ അതിൻ്റെ വാസ്തവം അതല്ല. ഒരു കാലഘട്ടത്തിൽ കൊടും വനമുണ്ടായിരുന്ന സ്ഥലമാണത്രേ കേരളം. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് സർപ്പങ്ങൾ അധിവസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സർപ്പങ്ങൾ ഇവിടെ ജീവിച്ചതുകൊണ്ട് ഇവിടുത്തെ വെള്ളത്തിന് പോലും വളരെ വിഷമയമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിച്ചാൽ ആളുകൾ മരണപ്പെടും. അങ്ങനെ പരശുരാമൻ തപസ്വിയാണ്. അപ്പോൾ അദ്ദേഹം താപസവൃത്തിക്ക് വേണ്ടി അദ്ദേഹം കേരളത്തിൽ വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹം തപസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ പ്രകൃതി എല്ലാം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്നാണത്രേ നമ്മുടെ ഈ സമൂഹത്തിനെ, മലയാളി എന്ന് പറയുന്ന സമൂഹത്തിനെ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹിന്ദി ഭാഷ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവും. പലപ്പോഴും അവർ പറയുന്ന പോലെ പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഭാഷകളൊക്കെ നമ്മളെവിടെയോ ശീലിച്ചതോ കേട്ടതോ ആണ്. കാരണം ഇത് നമ്മുടെ DNA-യിലുണ്ട്. ഇതുകൂടാതെ പരശുരാമൻ ഇവിടെ വരുന്ന സമയത്ത് ഈ സർപ്പങ്ങളുമായി ഒരു കരാറ് വെച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതായത് ഭൂമിയുടെ ഒരു ഭാഗത്ത് മനുഷ്യൻ ഒരു സ്ഥലത്ത് താമസിക്കണം, ഈ ഭൂമിയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് സർപ്പങ്ങൾക്ക് കാവുകളായി, അതായത് മനുഷ്യൻ അവിടേക്ക് കടന്നു ചെല്ലാത്ത രീതിയിൽ ഇലകളും വള്ളിപ്പടർപ്പുകളും അല്ലേ, പച്ചപ്പും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കാട് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പലതും കാവുകളായി മാറിയത്. പിന്നീട് മനുഷ്യന് ഭൂമി തികയാതെ വന്നു. നമ്മൾ ഈ സർപ്പങ്ങളുടെ ഭൂമികളൊക്കെ സ്വന്തമാക്കി. അപ്പോൾ അതിന് എളുപ്പമായ മാർഗമായിരുന്നു പോത്തിനെ കൊണ്ട് ഈ കാവിൽ കെട്ടുക. പോത്തിനെ കെട്ടിയാൽ കാവിലുള്ള സർപ്പങ്ങൾ ആ ഭൂമിയിൽ നിന്നും അകന്നു പോകും. അങ്ങനെ ഭൂമികൾ നമ്മൾ വാങ്ങണ്ടായി. ഇതര മതസ്ഥർ താമസിച്ചാൽ ഈ ഭൂമിയിലുള്ള കാവുകളിലുള്ള പാമ്പുകൾ അവർ ഈ ഭൂമിയിൽ നിന്നും അകന്നു പോവും. അങ്ങനെയും ഒരു അന്ധവിശ്വാസം ഉണ്ടാക്കി. അങ്ങനെ പോവില്ല, പക്ഷേ എങ്കിലും അങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർക്ക് പലവർക്കും ഭൂമികൾ, ഇങ്ങനെയുള്ള സർപ്പക്കാവുകളുള്ള ഭൂമികളൊക്കെ പിന്നീട് അവരുടെ കൈവശം വന്നത്. ഇന്നും പല ഭൂമികളും മേടിക്കുമ്പോൾ ഇപ്പോൾ ചിലർ എനിക്ക് വിളിക്കും, അവർ പറയും ഞങ്ങളിങ്ങനെ ക്രിസ്ത്യൻസാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭൂമി കണ്ടിട്ടുണ്ട്, അപ്പോൾ അതൊരു സർപ്പക്കാവുള്ള ഭൂമിയാണ്, അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അത് വാങ്ങുന്നത് കൊണ്ട് ദോഷമുണ്ടോ? ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. പിന്നെ അവർ തന്നെ ഇതിൻ്റെ ലാഭം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്നാൽ പിന്നെ അത് വാങ്ങാം എന്നുള്ള രീതിയിൽ ചിന്തിക്കും. പക്ഷേ എങ്കിലും സർപ്പങ്ങൾ ഈ ഭൂമിയിലുള്ളവരാണ്. ഇതിൽ നമ്മൾ സാധാരണ ഒരു പ്രശ്നം ആയി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രശ്നത്തിൽ നമ്മൾ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മാദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര. ഇപ്പോൾ എനിക്ക് ഈ വിദ്യ അഭ്യസിച്ച് തന്ന ഗുരുകാരണവന്മാരെ, ഇപ്പോൾ ഞാൻ ഇന്ന വ്യക്തിയുടെ, ഇന്ന സ്ഥലനാലാമേടം പ്രമാണമായി വരുന്ന ഇന്ന വ്യക്തിയുടെ ഒരു പ്രശ്നം ഞാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഈ ജീവിതത്തിലുള്ള എല്ലാവിധത്തിലുള്ള സർവ്വവിധ ബാധാദോഷങ്ങളെക്കുറിച്ചും ദുരിതദോഷങ്ങളെക്കുറിച്ചും എൻ്റെ മനസ്സിൽ സ്പഷ്ടമായി തെളിയണം. അതാണല്ലോ നമ്മൾ ഈ ഹരിശ്രീ ഗണപതായ നമ വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ശ്രീ ഗുരുചരണാരവിന്ദഭ്യാം ശ്രീ ദക്ഷിണമൂർത്തേ നമ കൈലാസദീശകോണേ സുരവിടപിതടേ സ്പാടികേ മണ്ഡപേ സന്മാതങ്കരാതി പീഡോപരിപരിലിസിതം ശൈവമാനം സുരേഖ്യൈ ജാനുസ്തം വാമവാഗം മൃഗമവിവരശും ജ്ഞാനമുദ്രാം മഹന്തം നാഗോദ്യോഗവേഷ്ടം ദതത മുഷിക ഗണേശ ജ്ഞാനമീശാനമീടെ. 12 ശ്ലോകം ചൊല്ലി നമ്മൾ ഈ കബഡി വാരി അത് 4 നമ്മൾ പകുത്തു. അങ്ങനെ 12. അങ്ങനെ ഏതാണോ രാശി കിട്ടുന്നത് ഈ രാശിയിൽ ബാധാസ്ഥാനം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഓരോ രാശികളിലും ബാധാസ്ഥാനങ്ങളുണ്ട്. അതിൽ വ്യാഴം ബാധാസ്ഥാനത്തും അതിൻ്റെ കേന്ദ്രത്തിലായി രാഹു അല്ലെങ്കിൽ ഗുളികൻ, സൂര്യൻ, ചന്ദ്രൻ
ഇങ്ങനെ 5 പേർക്കും ഈ സർപ്പ സാന്നിധ്യവുമായും സർപ്പദോഷങ്ങളുമായും ബന്ധമുണ്ട് എന്നാണ് ആചാര്യൻ പറയുന്നത്. അപ്പം അതിൽ നമ്മളൊരു പ്രശ്നം ചിന്തിക്കണം. അയാളുടെ രാശിയിൽ വ്യാഴം ബാധാസ്ഥാനത്ത് അതിൻ്റെ 6, 8, 12 ഭാവങ്ങളിൽ രാഹു നിന്നാൽ ഉത്തമ സർപ്പബാധകളാണ്. അപ്പോൾ 2 തരത്തിലാണ് ഈ സർപ്പങ്ങൾ ഉള്ളത് ഭൂമിയിൽ. മണിനാഗം, കരിനാഗം. അതിൽ ഉത്തമത്തിലുള്ള സർപ്പങ്ങളാണ് മണിനാഗം എന്നുള്ള വാക്ക് നമ്മൾ ഉദ്ദേശിക്കുക. കരിനാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധമ സർപ്പങ്ങളാണ്. അപ്പം അത്ര 2 രീതിയിലാണ് ഈ സർപ്പങ്ങളുള്ളത്. ഇതിൽ ഉത്തമ സർപ്പങ്ങളുടെ ദോഷമാണ് ഒരു കുടുംബത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ അതിൽ സന്താനങ്ങൾ വാഴില്ല. അത് വലിയൊരു ദോഷം. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെയുള്ള ജാതകങ്ങളിൽ കാണുന്ന ദോഷങ്ങൾക്ക് പരിഹാർത്ഥമായിട്ട് മണ്ണാറശാലയിൽ നമ്മൾ ഉരുളി കമത്താൻ വേണ്ടി ആളുകളെ പറഞ്ഞയക്കും. പക്ഷെ ആളുകൾ പലപ്പോഴും ഇപ്പോൾ ഒരു സന്താനമുണ്ടായി അതൊരു അബോർഷൻ പോലെ ആവണം, അല്ലെങ്കിൽ അത് കുട്ടി ജനിക്കുന്നില്ല എങ്കിലും പിന്നെയും അവരത് ഈ ഉരുളി കമത്തുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിക്കും. അങ്ങനെ പാടില്ല. ഒരാവർത്തി ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവർക്ക് ഈ മണ്ണാറശാലയിലേക്കുള്ള വഴിപാട് അതോടുകൂടി തീർന്നു. ഒരാവർത്തിയെ ഇത് ഉരുളി കമത്താൻ പാടുള്ളൂ. അതൊരു ഒരുപാട് തവണ ഉരുളി കമത്തി എന്നൊക്കെ പറയുന്നത് അല്ല, അത് ഇങ്ങനൊരു തെറ്റുണ്ട്. ഇങ്ങനൊരു തെറ്റ് പലവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അത് ചെയ്യരുത്. അത് ഒരു ആവർത്തി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായാൽ അതോടുകൂടി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ ചെയ്യരുത്. അത് ആവർത്തിച്ച് ചോദിച്ചു വരുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം. അപ്പോൾ 4-ാം ഭാവം, 8-ാം ഭാവം, 12 ഇങ്ങനെയുള്ള അനിഷ്ടസ്ഥാനങ്ങളായ ഭാവങ്ങളിൽ ഈ രാഹു, ഗുളികൻ ബന്ധങ്ങളൊക്കെ വരിക, ബാധാസ്ഥാനത്ത് വ്യാഴം വരിക, വ്യാഴത്തിൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ വരിക. ഇതൊക്കെ ജ്യോതിഷപരമായിട്ടുള്ള കൂടുതൽ ഗഹനമായിട്ടുള്ളൊരു പഠിപ്പാണ്. അപ്പം അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ സർപ്പബാധകൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ സർപ്പദോഷങ്ങൾക്ക് സാധാരണ സർപ്പബലി, കളമെഴുത്ത് പാട്ടുകൾ, 100 പാലും സമർപ്പിക്കുക, ആടിക്കുക. അതുപോലെ തന്നെ ഈ ദേശാന്തരങ്ങളിൽ എല്ലാ ദേശങ്ങളിലും ഇപ്പോൾ പലപ്പോഴും കാണാറുണ്ട് അഷ്ടനാഗ കളങ്ങൾ. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് തൊഴുക, ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് വന്ദിക്കുക. കാരണം പൂർവികർ നമുക്ക് പറഞ്ഞു തന്നതൊന്നും തെറ്റായ കാര്യങ്ങളല്ല. അപ്പോൾ അതൊക്കെ അനുവർത്തിച്ചാൽ സർപ്പദോഷങ്ങൾ പൂർണ്ണമായി തീരും. പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു ജ്യോതിഷം അറിയുന്ന നല്ലൊരു ജ്യോതിഷിയെ കൊണ്ടാണ് സർപ്പബാധങ്ങളുടെ നിരൂപണം നടത്തേണ്ടതും അതിനുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യേണ്ടതും. കാരണം ഈ സർപ്പക്കളങ്ങളും സർപ്പ പ്രതിഷ്ഠകളും അതുപോലെ തന്നെ ചിത്രകൂടം ചമയ്ക്കാൻ അതിനൊക്കെ ഒരുപാട് പണച്ചെലവാണ്. അപ്പോൾ ഇത് അറിവില്ലാത്ത ഒരാൾ ചെയ്തിട്ട് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. നല്ല അറിവുള്ള ഒരാളെ കൊണ്ട് മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ സർപ്പദോഷം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്? സർപ്പങ്ങൾ സാധാരണ രാഹുവുമായിട്ടാണ് നമ്മൾ ജ്യോതിഷത്തിൽ കണക്കാക്കാറുള്ളത്. രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമോഗ്രഹമാണ്. ഇപ്പോൾ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ വ്രണങ്ങളുള്ള, അതായത് ഒരു പാമ്പാണ്. ആ പാമ്പിൻ്റെ ശിരസ് ഭാഗമാണ് രാഹു, അതിൻ്റെ വാൽ ഭാഗമാണ് കേതു. അപ്പോൾ സാധാരണ ഈ രാഹു അനിഷ്ടപ്രദനായാൽ ആ വ്യക്തിക്ക് ഈ തൊലി സംബന്ധപ്പെട്ട് തൊലിപ്പുറത്തുള്ള വെളുത്ത നിറങ്ങളോ അല്ലെങ്കിൽ കണ്ണിൽ വരുന്ന നിറവ്യത്യാസങ്ങളോ അല്ലെങ്കിൽ തലയിൽ പൊറ്റ പോലെ, ശരീരത്തിലൊക്കെ പൊറ്റ പോലെയുള്ള ഒരു അവസ്ഥകൾ ബാധിക്കാറുണ്ട്. അത് ചിലത് പൂർവജന്മം കൃതം പാപമാണ്. ചിലതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ അശുദ്ധിയായ സ്ത്രീകൾ അവർ കാവിൽ പ്രവേശിക്കുക, അത്തരത്തിൽ വന്നു കഴിഞ്ഞാലോ നടക്കുന്ന സമയത്ത് ഈ പാമ്പിൻ്റെ മുട്ട, ഈ കരിയിലകളുടെ ഇടയിലാണ് ഇവർ സാധാരണ മുട്ടകൾ, അപ്പോൾ ഈ മുട്ടകൾ പൊട്ടുന്നത് കൊണ്ടും പിന്നെ ഈ ചെറിയ ചെറിയ സർപ്പ കുട്ടികളുണ്ട്, ഇവർ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചവിട്ടി കൊല്ലുക, അല്ലെങ്കിൽ കാവിൻ്റെ അടുത്ത് തീ വയ്ക്കുക. ഈ തീ വയ്ക്കുന്ന സമയത്തും ചവറുകൾ അടിച്ചു കൂട്ടുന്ന സമയത്ത് ഇതിൽ സർപ്പങ്ങളുടെ മുട്ട അല്ലെങ്കിൽ പുറ്റ് അല്ലെങ്കിൽ കുട്ടികൾ ഇതെല്ലാം തന്നെ ഉണ്ടാവും. ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷേ ഇതെല്ലാം തന്നെ അവരെ സംബന്ധിച്ച് നമ്മളോട് പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ഈ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ലൈഫിൽ സംഭവിക്കും. അപ്പോൾ അതിനുള്ള തക്കതായിട്ടുള്ള പ്രായശ്ചിത്തങ്ങളുണ്ട്. ഇതിലിപ്പോൾ 100 പാലും എന്ന് പറയുന്ന ആ വിശിഷ്ടമായിട്ടുള്ള ആ നൈവേദ്യം, അത് കദളിപ്പഴം, പാലും, പിന്നെ അതൊക്കെ നമ്മൾ അകത്തേക്ക് കഴിച്ചാൽ നമുക്ക് ഈ സ്കിൻ ഡിസീസസ് പൂർണ്ണമായിട്ട് മാറും. ഈ നാഗങ്ങൾ നമ്മളോട് വൈരാഗ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്തുടർന്ന് ഇതൊക്കെ വെറുതെ ഊഹക്കഥകളല്ലേ, അതിൽ വാസ്തവില്ല.
കാരണം അത്ര മെമ്മറൈസ് ഉള്ള ഒരു ബുദ്ധിയുള്ളവരല്ലല്ലോ. കാരണം ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യനാണ്. കാരണം അവൻ്റെ തലച്ചോറിൻ്റെ വലുപ്പം സർപ്പങ്ങൾക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു ഊഹമാണ്, തെറ്റാണ്. ശരി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.